നമ്മൾ ഈ രൂപത്തിൽ നമ്മുടെ ക്ഷേത്രം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ക്ഷേത്രം അതായത് പൂർത്തീകരണം നമ്മൾ നടത്തിയിരിക്കണം. അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ തടസ്സം മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എന്ത് ചെയ്യണം എന്ന് നമ്മൾ കൂട്ടമായി ഇരുന്ന് ആലോചിച്ചിട്ട് ഈ ക്ഷേത്രത്തിനെ അങ്ങേയറ്റ അഭിവൃദ്ധി എത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജീവിതം യാതി എത്ര വേഗമാണ് നമ്മുടെ ആയുസ് കടന്നു പോകുന്നത്. ത്വരിതം യാതി യൗവനം. ഇന്നലെ ഞാൻ ചെറുപ്പക്കാരനായിരുന്നു. നമ്മളൊക്കെ എത്ര പെട്ടെന്നാണ് ജരാനരകൾ ബാധിക്കുന്നത്, എത്ര പെട്ടെന്നാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്, എത്ര പെട്ടെന്നാണ് ശരീരം ശോഷിക്കുന്നത്, എത്ര പെട്ടെന്നാണ് പലരെയും മരണം ഇല്ലാതാക്കുന്നത്. ത്വരിതം വ്യാധിരഭ്യേതി തസ്മാത് പൂജ്യ പിനാകദൃക്. അതുകൊണ്ട് എന്ത് വേണം? ഇങ്ങനെയുള്ളതായ ഈ ജീവിത സന്ദർഭത്തിൽ നാം ആരാധിക്കേണ്ടത് ഉമാമഹേശ്വരനെയാണ്. ഇതാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. യാവന്നയാതി മരണം യാവന്ന ആക്രമതേ ജരാ യാവന്നേന്ദ്രിയ വൈകല്യം. ഇന്ദ്രിയങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് ഓജസ് നഷ്ടപ്പെടുന്നത്. ശരീരം ചുക്കിച്ചൊളിയുന്നു, കാഴ്ച വല്ലാതെ മങ്ങുന്നു, കേൾവി വല്ലാതെ കുറഞ്ഞു പോകുന്നു, കാലിൻ്റെ ശക്തി കുറയുന്നു. ഇങ്ങനെ എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പല രീതിയിലുള്ളതായ ഭയം നമ്മെ വേട്ടയാടുമ്പോൾ, അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നാം ആരാധിക്കേണ്ടത് ഉമാ മഹേശ്വരനെയാണ്. പരമേശ്വരനാണ്, മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും നാം ആദ്യം പറയുന്ന പേര് ഉമാ എന്നാണ്. ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ. പരമേശ്വര പാർവതി എന്നല്ല പറയുന്നത്, ഉമാ മഹേശ്വരൻ പാർവതി പരമേശ്വരൻ. ത്വമേവ മാതാ ച പിതാ ത്വമേവ മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര. ആദ്യ പരിഗണന, ആദ്യ നാമം അമ്മയുടേത് ഉമാ പാർവതി. അതിനുശേഷമാണ് അച്ഛനെ പറയുന്നത്. പക്ഷെ ആദ്യം വന്നാൽ തൊഴേണ്ടത് അച്ഛനെ, പരമശിവനെ, മഹാദേവനെ. അതിൻ്റെ പിറകിലൊരു ശക്തിയായിട്ട് സാക്ഷാൽ ഉമാദേവി, അംബികാദേവി